നമസ്കാരം. നമ്മളിന്ന് ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. നമസ്കാരം. ഇന്ത്യയുടെ ഗവേഷണ വികസന രംഗത്ത്, അതായത് R&D ഫീൽഡിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് വാർത്ത. RDI ഗവേഷണ വികസന നൂതനാശയ പദ്ധതി. അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അല്ലേ? തീർച്ചയായും. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇതിൽ കാര്യങ്ങളുണ്ട്. അപ്പോ എന്താണ് ഈ പുതിയ പദ്ധതി? ഇതിന്റെ ഗുണങ്ങൾ, പരിമിതികൾ എന്തൊക്കെ? ഇന്ത്യയുടെ റിസർച്ച് രംഗത്ത് ഇതെന്തുമാത്രം കൊണ്ടുവരും? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് ഈ RDI പദ്ധതിയുടെ ഒരു കാതൽ? ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനെ R&Dയിൽ കൂടുതൽ പണം മുടക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതാണോ പ്രധാന ലക്ഷ്യം? അതെ, അതുതന്നെയാണ്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു ഫണ്ടിനാണ് ഇപ്പം അംഗീകാരം കൊടുത്തിരിക്കുന്നത്. 1 ലക്ഷം കോടി? കാരണം നിലവിൽ നോക്കിയാൽ ഇന്ത്യയുടെ R&D ചെലവില്ലേ, അതിന്റെ ഭൂരിഭാഗവും ഏകദേശം ഒരു 70% ഇപ്പോഴും സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. ഓ, അപ്പൊ സ്വകാര്യ പങ്കാളിത്തം വളരെ കുറവാണ്. വളരെ കുറവാണ്. ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം കൂടിയാണിത്. ഇത് നടപ്പാക്കുന്നതാരാണ്? അതിനൊരു സംവിധാനം? അതിനാണ് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അതായത് ANRF എന്നൊരു പുതിയ ബോഡി വരുന്നത്. ANRF, ഓക്കെ. അതെ, ഇവര് ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. എന്നിട്ട് അതിൽ നിന്നാണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയായിട്ട് പണം കൊടുക്കുക, ഗവേഷണ പ്രോജക്റ്റുകൾക്ക് വേണ്ടി. വായ്പയായിട്ട്, ഓക്കെ. പക്ഷെ തുടക്കത്തിൽ ഇതിനൊരു വിമർശനം വരുന്നുണ്ടല്ലോ. ഈ അടിസ്ഥാന ഗവേഷണം, അതായത് ബേസിക് റിസർച്ച്, അതിനിത് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന്. ശരിയാണ്. ടെക്നോളജി റെഡിനെസ് ലെവൽ 4 TRL4 എത്തിയ പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് കിട്ടൂ എന്നൊരു സംസാരമുണ്ട്. എന്താണ് ഈ TRL? ഇത് അത്ര പരിചിതമല്ലാത്തൊരു വാക്കാണല്ലോ. TRL, ടെക്നോളജി റെഡിനെസ് ലെവൽ. ഇത് ശരിക്കും ഒരു ടെക്നോളജി അതിന്റെ ഒരു ഐഡിയ സ്റ്റേജിൽ നിന്ന് എത്രത്തോളം വികസിച്ച് ഉപയോഗിക്കാൻ പാകത്തിലായി എന്ന് അളക്കാനുള്ള ഒരു സ്കെയിലാണ്. നാസയാണിത് ആദ്യം കൊണ്ടുവന്നത്. നാസയോ? ഓക്കെ. അതെ, 1 മുതൽ 9 വരെ ലെവലുകളുണ്ടതിന്. TRL1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായ ആശയം. TRL4 ആവുമ്പോഴേക്കും ആ ടെക്നോളജി ലാബിൽ വർക്ക് ചെയ്യുമെന്ന് തെളിയിച്ചിട്ടുണ്ടാകും. അതാണ് ലെവൽ 4. മനസ്സിലായി. അപ്പോ ഈ പുതിയ പദ്ധതി പ്രകാരം ഫണ്ട് കിട്ടണമെങ്കിൽ TRL4 എങ്കിലും എത്തണം. അതിനർത്ഥം TRL1, 2, 3 ഘട്ടങ്ങൾ, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ റിസൾട്ട് എങ്ങനെയുണ്ടാവുമെന്ന് പറയാൻ പറ്റാത്ത, പക്ഷെ ചിലപ്പോൾ വലിയ ബ്രേക്ക് ത്രൂ വരാൻ സാധ്യതയുള്ള ആ ഒരു ഏരിയ. അതിന് ഈ ലോൺ സ്കീം ബാധകമല്ല? അതെ, അത് ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ഇവിടെയാണ് പ്രധാന വിമർശനം. ഇത് കുറച്ചൊരു യാഥാസ്ഥിതിക സമീപനമാണ്. ഏറ്റവും റിസ്ക് കുറഞ്ഞ ഘട്ടത്തിനാണ് ഊന്നലെന്ന്. ശരിയാണ്. UPSC പ്രിലിംസിന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഈ ANRF എന്താണെന്നുള്ളത്, പുതിയൊരു ഫണ്ടിംഗ് ഏജൻസി. പിന്നെ ഇന്ത്യയുടെ R&D സ്പെൻഡിംഗ്, GERD എന്ന് പറയും, ഗ്രോസ് എക്സ്പെൻഡിച്ചർ ഓൺ R&D. അത് GDPയുടെ ഏകദേശം 0.6-0.7% ഒക്കെ ഉള്ളൂ. ഓ, വളരെ കുറവാണല്ലോ അത്. അതെ, വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ TRL സ്കെയിലും പ്രിലിംസിനൊരു കോർ കൺസെപ്റ്റായിട്ട് വരാം. അപ്പോൾ ഈ കുറഞ്ഞ R&D നിക്ഷേപം, അതിൽ തന്നെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ കുറവ്, ഇത് രാജ്യത്തിന്റെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു? ഇത് മെയിൻസ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാവുമല്ലോ. തീർച്ചയായും. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം R&Dയിലുള്ള കുറഞ്ഞ നിക്ഷേപം, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ താൽപ്പര്യം കാണിക്കാത്തത് ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തടസ്സമാണ്. ആത്മനിർഭർ ഭാരത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വന്തമായി ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ R&D കൂടിയേ തീരൂ. പുതിയ ടെക്നോളജിയിൽ പിന്നോട്ടു പോയാൽ നമ്മളൊരു വികസിത രാജ്യമാവാനുള്ള ശ്രമങ്ങളെ അത് ദുർബലപ്പെടുത്തും. അപ്പോൾ ഈ ഘടനാപരമായ പ്രശ്നം അഡ്രസ് ചെയ്യാനുള്ളൊരു ശ്രമമായിട്ട് വേണം ഈ R&D പദ്ധതിയെ കാണാൻ. ഓക്കെ. അപ്പോൾ ഈ പദ്ധതിയുടെ സാധ്യതകളും അതേസമയം പരിമിതികളും ഒന്നുകൂടി വ്യക്തമാക്കാമോ? എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്? സാധ്യതകൾ അല്ലെങ്കിൽ പ്രോസ് എന്ന് പറയാവുന്നത്, ഒന്ന്, സ്വകാര്യ R&D കൂട്ടണമെന്ന സർക്കാരിന്റെ ഒരു വ്യക്തമായ ഇന്റൻഷൻ ഇത് കാണിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ശരി. 2, ഈ ANRF വഴി ഫണ്ടിംഗ് ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത് ചിലപ്പോൾ കാലതാമസം ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. 3,
ഈ TRL-4 മുതലുള്ള ഫണ്ടിംഗ്, അതായത് ലാബിൽ വിജയിച്ച ആശയങ്ങൾ മാർക്കറ്റിലെത്താതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് വാല്യൂ ഓഫ് ഡെത്ത് എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഒരുപക്ഷേ ഇത് സഹായിച്ചേക്കാം. ശരി. ഇനി പരിമിതികളോ, കോൺസ്? പരിമിതികൾ അല്ലെങ്കിൽ കോൺസ് അതും ഗൗരവമുള്ളതാണ്. ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അടിസ്ഥാന ഗവേഷണം, അതായത് TRL-1 to 3 സ്റ്റേജിലുള്ള റിസർച്ചിന് ഊന്നൽ കുറയുന്നു. 2, റിസ്ക് കൂടിയ ഗവേഷണങ്ങൾക്ക് വായ്പ കൊടുക്കുന്നത് എത്രത്തോളം നല്ല പ്രോത്സാഹനമാണ്. കാരണം ആ പ്രോജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ ഈ പണം തിരിച്ചടക്കേണ്ടി വരും. അതൊരു ബാധ്യതയാവില്ലേ? ശരിയാണ്. അവിടെ ഒരു ഗ്രാൻഡോ അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റോ അല്ലേ കൂടുതൽ നല്ലത്? അതെ, അതാണ് പല വിദഗ്ധരും പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യയിലെ R&D നേരിടുന്ന കുറച്ചുകൂടി അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. ബ്രെയിൻ ഡ്രെയിൻ, അതായത് മികച്ച ഗവേഷകർ പുറത്തേക്ക് പോകുന്നത് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയും യൂണിവേഴ്സിറ്റികളും തമ്മിലുള്ള ബന്ധമില്ലായ്മ, ഗവേഷണങ്ങളെ പ്രോഡക്റ്റ് ആക്കാൻ പറ്റിയ ഒരു മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റത്തിന്റെ കുറവ്, ഇതൊന്നും ഈ പദ്ധതി നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വിപണി സാധ്യതയുള്ള ഗവേഷണവും TRL-4+, അതേസമയം ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്ന, ചിലപ്പോൾ ഫലം കിട്ടാൻ വൈകുന്ന അടിസ്ഥാന ഗവേഷണവും TRL-1-3 തമ്മിലൊരു ബാലൻസ് കണ്ടെത്തണം. അതാണല്ലേ ആവശ്യം? കൃത്യമായി പറഞ്ഞാൽ അതാണ്. R&D പദ്ധതി സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ നല്ലതാണ്. പക്ഷെ അതുമാത്രം പോരാ. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം. അടിസ്ഥാന ഗവേഷണത്തിന് സർക്കാർ നേരിട്ട് കൂടുതൽ ഫണ്ട് കൊടുക്കണം, ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജ് ശക്തമാക്കണം, മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ ടാലന്റിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ശരിയാണ്. ഇതൊരു വലിയ ക്യാൻവാസാണ്. പരീക്ഷ എന്നതിനപ്പുറം ഇത് ഇന്ത്യയുടെ ടെക്നോളജി ഭാവിയെ, സാമ്പത്തിക ഭാവിയെയൊക്കെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതെ. നിങ്ങൾക്ക് ആലോചിക്കാനായിട്ടൊരു ചോദ്യം തരാം. നമ്മൾ ഈ ചർച്ച ചെയ്ത പരിമിതികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ RDI പദ്ധതിയുടെ നല്ല വശങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും അതേസമയം ഈ പറഞ്ഞ കുറവുകൾ നികത്താനും ഇന്ത്യയുടെ ഇന്നൊവേഷൻ യാത്രയ്ക്ക് കൂടുതൽ ഊർജം കൊടുക്കാനും പറ്റുന്ന ഒരു അനുബന്ധ നയം അല്ലെങ്കിൽ ഒരു മാറ്റം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. വിഷയം ബീഹാറിലെ വോട്ടർ പട്ടികയുടെ ഒരു പ്രത്യേക പുനഃപരിശോധന, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ SIR? എന്തുകൊണ്ടാണ് ഇതിനെ ചിലരൊക്കെ വോട്ട് ബന്ദി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? അതിൻ്റെ നിയമപരവും സാമൂഹികമായ കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. സംഭവം ഇതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ECI, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. അതിനു മുൻപായിട്ട് കോടിക്കണക്കിന് വോട്ടർമാരോട് അവരുടെ യോഗ്യത തെളിയിക്കാൻ പുതിയ ചില രേഖകൾ ചോദിച്ചിരിക്കുന്നു. ഈ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭൂമിയുടെ രേഖകൾ, അങ്ങനെയുള്ളവ. ശരി. പക്ഷെ നമ്മൾ സാധാരണ കരുതുന്ന ആധാർ കാർഡോ അല്ലെങ്കിൽ നിലവിലുള്ള വോട്ടർ ID-യോ റേഷൻ കാർഡോ ഇതൊന്നും അവർക്ക് സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്. അതാണ് പ്രശ്നം. കാരണം അതെ, ഇവിടെ ചില നിയമപരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഈ പ്രക്രിയയിലൂടെ ശരിക്കും ECI പൗരത്വം തെളിയിക്കാനാണോ ആവശ്യപ്പെടുന്നത്? കാരണം പൗരത്വം നിർണ്ണയിക്കാൻ ECIക്ക് അധികാരമുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. 2, നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം RP ആക്ട് 1950 ഉണ്ടല്ലോ, അത് അനുസരിച്ചാണോ SIR നടക്കുന്നത്? കാരണം നിയമവിദഗ്ധർ പറയുന്നത് ഇങ്ങനെ സംസ്ഥാനം മൊത്തത്തിൽ ഒറ്റയടിക്കൊരു പരിശോധന നടത്താൻ ആ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നാണ്. 1950 നിയമം പ്രധാനമായും വോട്ടർ പട്ടികയുടെ തയ്യാറാക്കലും യോഗ്യതയും അതാണ് പറയുന്നത്. ശരി. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് 1951 നിയമത്തിലാണ് വരുന്നത്. അപ്പോൾ RP ആക്ട് 1950 പ്രകാരം ലിസ്റ്റ് ഉണ്ടാക്കാൻ അധികാരമുണ്ടെങ്കിലും ഈ രീതി, അതായത് ഈ SIR, അത് നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് ഒരു പ്രധാന തർക്കം, അല്ലേ? അതെ അതെ. ഇത് നമ്മൾ GS പേപ്പർ 2-ല് ECIയുടെ അധികാരങ്ങള്, അതിന്റെ പരിധികളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും. പിന്നെ വേറൊരു കാര്യം, ഈ യോഗ്യത തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മുഴുവൻ പൗരന്റെ തലയിൽ വരുന്നത് അത് സ്വാഭാവിക നീതിക്കെതിരല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 നോക്കിയാല് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടത്തിന് ECIക്ക് വലിയ അധികാരമുണ്ട്. ശരിയാണ്. പക്ഷേ
ഒരു വിഷയത്തിൽ ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ ആ നിയമത്തിനനുസരിച്ചേ പ്രവർത്തിക്കാവൂ എന്ന് സുപ്രീം കോടതി തന്നെ മൊഹീന്ദർ സിംഗ് ഗിൽ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ SIR പ്രക്രിയയ്ക്ക് ഒരു നിയമസഭയുടെയോ കോടതിയുടെയോ മേൽനോട്ടം ഇല്ല എന്നുള്ളതും. അതുകൊണ്ട് ചിലരിതിനെ ഒരു രഹസ്യ NRC എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാനുള്ള യോഗ്യത എന്താ? ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരൻ, അതായത് ഓർഡിനറിലി റെസിഡന്റ് ആയിരിക്കണം. അതെ. അല്ലാതെ പൗരത്വം തെളിയിക്കഴിഞ്ഞ കാര്യം ECIയുടെ ജോലിയല്ല. പിന്നെ ഇന്ത്യയിലെ സാഹചര്യം നോക്കിയാൽ ഒരുപാട് പേര് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് തൊഴിലിനും മറ്റുമായി മാറുന്നുണ്ടല്ലോ, ഈ ആഭ്യന്തര കുടിയേറ്റം. അതുപോലെ ഇപ്പോഴും ഒരുപാട് സാധാരണക്കാരുടെ കയ്യിൽ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ അതൊന്നും കൃത്യമായി ഉണ്ടാവില്ല. ശരിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇത് മെയിൻസിന് GS പേപ്പർ 1ലെ ഇന്ത്യൻ സമൂഹം, ദാരിദ്ര്യം, കുടിയേറ്റം ആ ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാം. അതെ. പ്രിലിംസിനാണെങ്കിൽ ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശം, പിന്നെ പൗരത്വം, ഈ ഭാഗങ്ങളൊക്കെ പ്രധാനമാണ്. RP ആക്ട് 1950 നമ്മളിതിനൊരു വലിയ ക്യാൻവാസിൽ കാണണം. അതായത് വോട്ടർ പട്ടിക ശുദ്ധിയുള്ളതാവണം, കൃത്യമാവണം, അതിൽ തർക്കമില്ല. കള്ളവോട്ടും ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് പേരുള്ളതുമൊക്കെ ഒഴിവാക്കണം. അത് ജനാധിപത്യത്തിന് നല്ലതാണ്. പക്ഷേ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രീതി കാരണം ഒരുപാട് യോഗ്യരായ ആൾക്കാർ പുറത്തുപോവാൻ പാടില്ല. അതാണ് എക്സ്ക്ലൂഷണറി ആവരുത് എന്ന് പറയുന്നത്. ഒരു തത്വം തന്നെയുണ്ട്. യോഗ്യതയില്ലാത്ത 10 പേര് ലിസ്റ്റിൽ കിടക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് യോഗ്യനായ ഒരൊറ്റ വോട്ടർ പുറത്താക്കപ്പെടുന്നത്. ശരിയാണല്ലോ. ഒരുപക്ഷെ ആധാറൊക്കെ ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതാണോ കൂടുതൽ പ്രായോഗികമെന്ന് ചിന്തിക്കേണ്ടി വരും. ECI ഒരു ഗേറ്റ് കീപ്പർ പോലെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനു പകരം എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ സഹായിക്കുന്ന ഒരു ഫാസിലിറ്റേറ്റർ ആവണം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ബീഹാറിലെ ഈ ഒരു സംഭവം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വലിയ ചോദ്യമാണ്. അതായത് എങ്ങനെ നമുക്ക് വോട്ടർ പട്ടിക ശുദ്ധിയാക്കാം, അതേസമയം സാധാരണക്കാരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വോട്ടവകാശം സംരക്ഷിക്കാം. അതെ. UPSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ ഭരണഘടനാപരം, നിയമപരം, സാമൂഹികം ഈ വശങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടൊന്ന് ചോദ്യം കൂടി തരാം. നമ്മുടെ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ, അതായത് ഈ വലിയ തോതിലുള്ള കുടിയേറ്റം, പലരുടെയും കയ്യിൽ കൃത്യമായ രേഖകളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരാളെയും അന്യായമായി ഒഴിവാക്കാതെ അതേസമയം വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കിക്കൊണ്ട് ഈ ശുദ്ധീകരണ പ്രക്രിയകൾ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും? ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി, പൗരത്വ പരിശോധന, ഇതിലൊക്കെ എങ്ങനെയാണ് ഭരണകൂടത്തിന് ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കുക? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. സൈനിക ചെലവും സാമൂഹിക വികസനവും, തോക്കും വെണ്ണയും എന്ന തലക്കെട്ടിലുള്ള ആർട്ടിക്കിൾ. നിങ്ങൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായി ഈ ഒരു ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലോകം മുഴുവൻ ഈ സൈനിക ചെലവ് കൂടുമ്പോൾ അത് നമ്മുടെ സാമൂഹിക വികസനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. തീർച്ചയായും. ഈ വിഷയം പറഞ്ഞ പോലെ UPSC പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ. പ്രിലിംസ് ലെവലിൽ നോക്കിയാൽ ഈ അന്താരാഷ്ട്ര സംഘടനകൾ, ഇപ്പം NATO പോലെയുള്ളത്, പിന്നെ സിപ്രി റിപ്പോർട്ട്, അതുപോലെ ബജറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, STGs, ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ വരാം. ശരി. മെയിൻസിലോ? GS പേപ്പർ 2 അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പിന്നെ GS 3ൽ സെക്യൂരിറ്റി, എക്കണോമി, അവിടേക്ക് ഇത് നേരിട്ട് വരുമല്ലേ? ഒരു നല്ല എസ്സേ ടോപ്പിക് കൂടിയായിരിക്കും ഇത്. അതെ അതെ. മെയിൻസിൽ ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, പിന്നെ ഈ വികസിത രാജ്യങ്ങളുടെ പോളിസികളെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ, ബഡ്ജറ്റിംഗ്, അങ്ങനെ പല ഏരിയയിൽ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ആഗോള സൈനിക ചെലവ് ഭയങ്കരമായി കൂടുന്നു അല്ലേ? 2024 ഏകദേശം $2718 ബില്യൺ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 9.4% വർധനവ്. ഇത് വലിയൊരു കണക്കാണ്. വളരെ വലിയ കണക്കാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NATO രാജ്യങ്ങൾ അവർ അവരുടെ GDPയുടെ 5% ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു എന്നതാണ്. മുമ്പത്തെ 2% ടാർഗറ്റിൽ നിന്നുള്ള വലിയൊരു ചാട്ടമാണത്. പിന്നെ ലോകത്തേറ്റവും കൂടുതൽ മിലിറ്ററി സ്പെൻഡിംഗ് ഉള്ള 5 രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയുമുണ്ട്.
അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി, പിന്നെ ഇന്ത്യ. മൊത്തം ഗ്ലോബൽ സ്പെൻഡിങ്ങിന്റെ ഒരു 55% ഈ നേറ്റോ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ഓർക്കണം. അതെ. അപ്പോൾ ഈ വർധനവ് മറ്റത്യാവശ്യ കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? അതാണ് പ്രധാന ചോദ്യം. ലേഖനത്തിൽ ഈ ക്രൗഡിംഗ് ഔട്ട് പ്രഭാവം എന്ന് പറയുന്നുണ്ട്. ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ്. അതായത് ഡിഫൻസിന് കൂടുതൽ പണം പോകുമ്പോൾ ഈ ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം കുറയുന്നു. അതാണോ? അതെ, കൃത്യമായി അത് തന്നെ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ ഗവൺമെന്റ് ഒരു പ്രത്യേക മേഖലയിൽ, ഇപ്പോൾ ഇവിടെ പ്രതിരോധം, അതിൽ ഒരുപാട് പണം ചിലവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പ്രധാനപ്പെട്ട മേഖലകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ളവ, അവിടെ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ വരാം. ഈയൊരു പ്രതിഭാസമാണ് ഈ ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ്. ഇത് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതായത് SDGs 2030ഓടെ ദാരിദ്ര്യം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള UN ലക്ഷ്യങ്ങൾ, അത് നേടുന്നതിനൊരു തടസ്സമാകുമല്ലോ. തീർച്ചയായും വലിയ തടസ്സമാകും. ലോകത്തിലെ ഏറ്റവും തീവ്രമായ ദാരിദ്ര്യം അതില്ലാതാക്കാൻ വേണ്ട പണത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ആയുധങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതുമാത്രമല്ല, ഈ സൈനിക പ്രവർത്തനങ്ങൾ കാരണം ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തെയും ബാധിക്കും. ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ സൈനിക ചെലവ് GDPയുടെ ഏകദേശം 2-3%. പക്ഷേ ഹെൽത്തിന് വേണ്ടിയുള്ള പബ്ലിക് സ്പെൻഡിങ് അത് 1.84% മാത്രമാണ്. ഇത് നാഷണൽ ഹെൽത്ത് പോളിസി പറയുന്ന 2.5%-ലും താഴെയാണ്. ഈ കണക്ക് തന്നെ ആ തോക്കും വെണ്ണയും, അല്ലെങ്കിൽ ഗൺസ് വേഴ്സസ് ബട്ടർ എന്ന ആ ഒരു ഡിബേറ്റിന്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്, അല്ലേ? അതെ, ഇതാണ് നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ധർമ്മസങ്കടം തന്നെയാണ്. ഒരു വശത്ത് നമുക്ക് സുരക്ഷാ ഭീഷണികളുണ്ട്, ചൈന, പാകിസ്ഥാൻ, 2 ആണവശക്തികളായ അയൽക്കാർ, ഒരു 2 ഫ്രണ്ട് ത്രെഡ് സിനാറിയോ വരെ നമ്മൾ കണക്കിലെടുക്കണം. അതിർത്തിയിലെ പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ മിലിറ്ററിയെ മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യം, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ റോൾ, ഇതൊക്കെ കാരണം ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടേണ്ടി വരുന്നു. ശരിയാണ്. പക്ഷെ മറ്റേ സൈഡ് നോക്കിയാൽ ഇന്ത്യയിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ ഈ പണം എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്. അതെ, പക്ഷേ ഇത് ഒന്നുകിൽ തോക്ക് അല്ലെങ്കിൽ വെണ്ണ എന്നൊരു ബൈനറി ചോയ്സ് അല്ല ശരിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ലേഖനം പറയുന്ന പോലെ ഒരു സ്മാർട്ട് ബാലൻസ് കണ്ടെത്തണം. അതായത് പ്രതിരോധത്തിന് ചിലവാക്കുന്ന പണത്തിന് മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്ട്രാറ്റജിക് എഫിഷ്യൻസി കൂട്ടണം. അതെങ്ങനെയാണ് പ്രായോഗികമാക്കുക? കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ? ഇപ്പോ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്, അതായത് ആയുധങ്ങൾ വാങ്ങുന്ന പ്രോസസ്സ്, അത് കൂടുതൽ എഫിഷ്യന്റ് ആക്കാം. ഇറക്കുമതി കുറച്ച് നമ്മുടെ ആത്മനിർഭർ ഭാരതൊക്കെ വഴി തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പാദനം കൂട്ടാം. പിന്നെ ഈ സൈബർ വാർഫെയർ, ഡ്രോൺ ടെക്നോളജി, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ല സാമ്പത്തിക വളർച്ചയും പിന്നെ ഡിപ്ലോമസിയും നയതന്ത്രപരമായ ഇടപെടലുകളും വളരെ പ്രധാനമാണ് ഈ ബാലൻസ് നിലനിർത്താൻ. പിന്നെ ഈ SIPRI പോലുള്ള ഓർഗനൈസേഷനുകളുടെ റിപ്പോർട്ടുകൾ ഈ ഗ്ലോബൽ ട്രെൻഡ് മനസ്സിലാക്കാൻ നല്ലതാണ്. അപ്പോ ചുരുക്കത്തിൽ ദി ഹിന്ദുവിലെ ഈ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ആഗോളതലത്തിൽ മിലിറ്ററി സ്പെൻഡിംഗ് കൂടുമ്പോൾ അത് എങ്ങനെ സാമൂഹിക വികസനത്തെ ബാധിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഈ സുരക്ഷയും വികസനവും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത. അതാണ് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ പല വശങ്ങളും മനസ്സിലാക്കാൻ ഇത് ഉപയോഗിച്ചുവെന്ന് കരുതുന്നു. തീർച്ചയായും. സുരക്ഷയും വികസനവും അത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിന് പൂർണ്ണമായി ഊന്നൽ കൊടുക്കാൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് എന്നാൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. ശരിയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ഞങ്ങൾ വിടുകയാണ്. അതായത്, പുറത്തുനിന്നുള്ള സുരക്ഷാ ഭീഷണികൾ കൂടിക്കൊന്നിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിനകത്തെ വികസന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി നമ്മുടെ പ്രതിരോധ ചെലവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൽ ഇന്ത്യക്ക് എത്രത്തോളം വിജയിക്കാൻ സാധിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കുക. ഇന്ത്യയുടെ ഡീപ് ടെക് രംഗത്തേക്കുള്ള ഒരു മുന്നേറ്റത്തെക്കുറിച്ചും അതിന്റെ വെല്ലുവിളികളെക്കുറിച്ചുമാണ് ലേഖനം.
നിങ്ങൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിഷയം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം സാമ്പത്തിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തുമൊക്കെയുള്ള പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ UPSC പരീക്ഷയുടെ, അതായത് പ്രിലിംസിനും മെയിൻസിനും ഇതെങ്ങനെ പ്രസക്തമാകുന്നു, ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് വിജയങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? അതെ അതെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ലേഖനം പറയുന്നത് ഇന്ത്യ ഇനി ഡീപ് ടെക്കിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്? എന്താണ് ഈ ഡീപ് ടെക് എന്ന് പറഞ്ഞാൽ? അത് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരുവിധം സ്റ്റാർട്ടപ്പ് വിജയങ്ങൾ നമ്മൾ നോക്കിയാൽ അത് കൂടുതലും എന്താ പറയുക, ഭക്ഷണ വിതരണം പോലെയുള്ള സേവനങ്ങൾ കൊടുക്കുന്ന രീതിയിലെ അതിൽ പുതുമ കൊണ്ടുവരുന്നതാണ്. ഇതിനെ നമുക്ക് ബിസിനസ് മോഡൽ ഇന്നൊവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ശരി. എന്നാൽ ഡീപ് ടെക് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്, കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ്. ഇത് കേവലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് അടിസ്ഥാന ശാസ്ത്ര ഗവേഷണത്തിൽ നിന്നും പിന്നെ നല്ല എഞ്ചിനീയറിംഗ് മികവിൽ നിന്നുമൊക്കെ ഉടലെടുക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രധാനം. ഉദാഹരണത്തിന് പുതിയ തരം വസ്തുക്കൾ, അതായത് മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ്, അതുപോലെ നൂതന നിർമ്മാണ രീതികൾ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോ ലേഖനം ഇതിലെ ചില പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു 5 എണ്ണം. ഉൽപ്പന്നമുണ്ടാക്കാനുള്ളൊരു മനോഭാവം, ഗവേഷണ സംസ്കാരം, ഈ പറഞ്ഞ സാങ്കേതികമായ ആഴം, വിദ്യാഭ്യാസം, പിന്നെ സഹായ സംവിധാനങ്ങൾ. അങ്ങനെ ഇതില് ഈ സാങ്കേതികമായ ആഴക്കുറവ് എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് വിശദാക്കാമോ? എന്തുകൊണ്ടാണ് നമുക്കത് കുറവാണെന്ന് പറയുന്നത്? അതൊരു പ്രധാന പോയിന്റാണ് ശരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ സോഫ്റ്റ്വെയർ ടൂളുകളുണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ. ആ അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന ശാസ്ത്രീയ തത്വങ്ങൾ അല്ലെങ്കിൽ കണക്ക് അതിനൊന്നും അത്ര പ്രാധാന്യം കിട്ടുന്നില്ല പലപ്പോഴും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സാങ്കേതിക വിദ്യയുടെ നല്ല ഉപയോക്താക്കളായി മാറുന്നു, പക്ഷേ പുതിയതുണ്ടാക്കുന്നില്ല. അതെ, പുതിയ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കാൻ കഴിവുള്ളവരുടെ എണ്ണം കുറയുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനപ്പുറം ഇതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്, ഇതിലും നല്ലൊരെണ്ണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ആ ഒരു ചിന്താഗതി കുറഞ്ഞു വരുന്നു. ഇത് UPSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോയിന്റ് പ്രിലിംസിനും മെയിൻസിനും ഇത് എങ്ങനെയാണ് ബാധകമാകുന്നത്? തീർച്ചയായും. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് പൊതുവായ S&T, പിന്നെ AI, IoT പോലുള്ള പുതിയ ടെക്നോളജികൾ, അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിൽ സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാം. മെയിൻസിന് ഇത് കൂടുതൽ പ്രസക്തമാണ്. GS പേപ്പർ 3ൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികസനം, പ്രയോഗങ്ങൾ, പിന്നെ തദ്ദേശീയവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കൽ, ഇതൊക്കെ നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ്. അതോടൊപ്പം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, വിഭവസമാഹരണം, വളർച്ച, തൊഴിൽ, ഈ വിഷയങ്ങളിലും ഇതിന്റെ ഒരു സ്വാധീനം കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിലിംസിന് ഓർക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയില്ലേ, അതെന്തൊക്കെയാണ്? പ്രധാനമായിട്ടൊരു 4 ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഡീപ് ടെക്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അടിസ്ഥാന ഗവേഷണത്തിലൂടെ പുതിയ സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്നത്. ശരി. 2, ബിസിനസ് മോഡൽ ഇന്നൊവേഷൻ സേവനം കൊടുക്കുന്ന രീതിയിലെ പുതുമ, സൊമാറ്റോയ്ക്കൊരു ഉദാഹരണം. ഓക്കെ. 3, ഫാബ്രിക്കേഷൻ ലാബുകൾ അല്ലെങ്കിൽ ഫാബ് ലാബ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ആശയങ്ങളെ പെട്ടെന്നൊരു പ്രോട്ടോടൈപ്പാക്കി മാറ്റാൻ സഹായിക്കുന്ന ഡിജിറ്റൽ വർക്ക്ഷോപ്പുകൾ. 4, ഡാർപ, DARPA മോഡൽ. ഇത് അമേരിക്കയിലുള്ള രീതിയാണ്. ഉയർന്ന റിസ്ക്കുള്ള പക്ഷെ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുള്ള ദീർഘകാല ഗവേഷണങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ഫണ്ടിംഗ് കൊടുക്കുന്നൊരു സിസ്റ്റം. ഇന്റർനെറ്റ്, GPS ഒക്കെ ഇതിന്റെ ഫലമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇന്റർനെറ്റ്, GPS ഒക്കെ ഈ ഡാർപ മോഡലിന്റെ സംഭാവനകളാണ്. അത് കൊള്ളാം. ഇനി നമുക്ക് മെയിൻസിന്റെ കാഴ്ചപ്പാടിലേക്ക് വരാം. ഈ ആത്മനിർഭർ ഭാരത് പോലുള്ള വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ഈ ഡീപ് ടെക് എത്രത്തോളം ആവശ്യമാണ്? പിന്നെ ലേഖനം പറയുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ആത്മനിർഭർ ഭാരത് എന്നത് വെറുമൊരു മുദ്രാവാക്യത്തിൽ ഒതുങ്ങാതെ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രതിരോധം, ഊർജം, ആരോഗ്യം, പിന്നെ ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടറുകൾ പോലുള്ള തന്ത്രപ്രധാന മേഖലകളില്ലേ, അവിടെയൊക്കെ നമുക്ക് സ്വന്തമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ പറ്റണം. അതിന് ഡീപ് ടെക് കൂടിയേ തീരൂ. പക്ഷേ ലേഖനം പറയുന്ന വെല്ലുവിളികൾ അത് കുറച്ച് ഗൗരവമുള്ളതാണ്.
ഒന്ന്, റിസ്ക് എടുക്കാൻ മടിക്കുന്ന മൂലധനം. അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്കൊന്നും ഡീപ് ടെക്കിൽ പണം മുടക്കാൻ വലിയ താൽപ്പര്യമില്ല. കാരണം ഇതിന് ഗവേഷണത്തിനും വികസനത്തിനുമൊക്കെ ഒരുപാട് സമയമെടുക്കും, പെട്ടെന്ന് ലാഭം കിട്ടില്ല. ഓ ശരി. അവർക്ക് കൂടുതൽ താൽപ്പര്യം ഈ ആപ്പ് പോലെയുള്ള പെട്ടെന്ന് വളരുന്ന ബിസിനസ് മോഡൽ ഇന്നൊവേഷനിലാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങൾ. 3, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളും സർവകലാശാലകളും തമ്മിലുള്ള ബന്ധം അത് വളരെ ദുർബലമാണ്. അതെ. ഗവേഷണങ്ങൾ പലതും ലാബിൽ ഒതുങ്ങിപ്പോകുന്നു, അതൊരു ഉൽപ്പന്നമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. നാലാമതായിട്ട് നല്ല ലാബുകൾ, ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഒരു പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ഉത്തേജകമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതായത് പെട്ടെന്ന് ലാഭം നോക്കാതെ ദീർഘകാലത്തേക്ക് ഗവേഷണത്തിന് പണം നൽകുന്ന ഒരു രീതി, പേഷ്യന്റ് ക്യാപിറ്റൽ എന്ന് പറയും, അത് ഗ്രാന്റുകളായിട്ടൊക്കെ നൽകണം. ശരി. പിന്നെ പല സ്റ്റാർട്ടപ്പുകൾക്കും സർവകലാശാലകൾക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഫാബ് ലാബുകൾ സ്ഥാപിക്കണം. വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണം. അടിസ്ഥാന തത്വങ്ങൾക്ക് ഊന്നൽ നൽകണം. പിന്നെ പരീക്ഷണങ്ങൾ നടത്താനും ചിലപ്പോൾ പരാജയപ്പെടാനും ഭയമില്ലാത്തൊരു സംസ്കാരം വളർത്തിയെടുക്കണം. ഗവേഷണവും ഉൽപ്പന്നവും തമ്മിലുള്ള വിടവ് നികത്തണല്ല. അതെ. സർവകലാശാലയിലെ ഒരു കണ്ടെത്തലും വിപണിയിലിറങ്ങുന്ന ഒരു ഉൽപ്പന്നവും തമ്മിലുള്ള ആ വലിയ ഗ്യാപ്പ് അത് ബ്രിഡ്ജ് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിന് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വിദ്യാഭ്യാസം, നിക്ഷേപം, ഗവേഷണത്തോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ഇതിലൊക്കെ ഒരു മാറ്റം വരണം. സർക്കാരും വ്യവസായ ലോകവും സർവകലാശാലകളും സംരംഭകരും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഡീപ് ടെക് സ്വപ്നം യാഥാർത്ഥ്യമാകൂ. അപ്പോ ചുരുക്കി പറഞ്ഞാല്, ഇന്ത്യക്ക് ഡീപ് ടെക് രംഗത്ത് ഒരു വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ വെറും സർക്കാർ നയങ്ങൾ മാത്രം പോരാ. വിദ്യാഭ്യാസം തൊട്ട് നിക്ഷേപം വരെ, അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ട് നമ്മുടെ ഒരു ഗവേഷണ സംസ്കാരം വരെ എല്ലാറ്റിലും ഒരു അടിസ്ഥാനപരമായ മാറ്റം ആവശ്യമാണ്. ശരിയാണ്. ഇതാണ് ശരിക്കുമുള്ള സ്വാശ്രയത്വത്തിലേക്കും ആഗോളതലത്തിൽ മത്സരക്ഷമത നേടുന്നതിലേക്കുമുള്ള വഴി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ പ്രാധാന്യവും അതിന്റെ വിവിധ തലങ്ങളും ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം, നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി. ഈ നയപരമായ മാറ്റങ്ങൾക്കൊക്കെ അപ്പുറം നമ്മുടെ യുവ എഞ്ചിനീയർമാരിലും ശാസ്ത്രജ്ഞരിലും വ്യക്തിപരമായിട്ട് എന്ത് മനോഭാവ മാറ്റമാണ് ശരിക്കും വേണ്ടത്? അതായത് നിലവിലുള്ള സാങ്കേതികവിദ്യയുടെ നല്ല ഉപയോക്താക്കൾ എന്ന നിലയിൽ നിന്നും മാറി നാളത്തെ ലോകത്തിന് ആവശ്യമായ അടിസ്ഥാന സാങ്കേതികവിദ്യയുടെ സ്രഷ്ടാക്കളാകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ലേഖനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ജീൻ എഡിറ്റിംഗ് ഉപയോഗിച്ച് നെല്ലിന്റെ ഫോസ്ഫേറ്റ് വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടിയത്? അതാണ് വിഷയം. ഇത് നമ്മുടെ കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും എങ്ങനെ ഗുണകരമാവുമെന്നും നോക്കാം. UPSC പരീക്ഷയുടെ കാര്യമെടുത്താൽ പ്രിലിംസിൽ ബയോടെക്നോളജി, അഗ്രികൾച്ചർ, പിന്നെ മെയിൻസിൽ GS പേപ്പർ 3ലെ സയൻസ് ആൻഡ് ടെക്, അഗ്രികൾച്ചർ, എൻവയൺമെന്റ്, ഇതിലൊക്കെ വരാവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച്, അതായത് NIPGR, അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ. CRISPR-Cas9 എന്ന ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി അവരുപയോഗിച്ചു. അതെ. പരീക്ഷണം നടത്തിയത് ജപ്പോനിക്ക എന്നൊരു നെല്ലിനത്തിലാണ്. എന്താണ് കണ്ടെത്തലെന്ന് വെച്ചാൽ, കുറഞ്ഞ വളം ഉപയോഗിച്ചിട്ടും വിളവ് കൂടി. ഏതാണൊരു 20 മുതൽ 40% വരെ വർധനവ്. അതും വിത്തിന്റെ ഗുണമേന്മയൊന്നും കുറയാതെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഫോസ്ഫറസ് ചെടിക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണെങ്കിലും നമ്മൾ സാധാരണ ഇടുന്ന വളത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം, ഒരു 15-20% ചെടിക്ക് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റാറുള്ളൂ. ശരിയാണ്, ബാക്കിയൊക്കെ ഒരു തരത്തിൽ നഷ്ടപ്പെടുകയാണ്. അതെ. അപ്പോൾ ഈ ജാപ്പോണിക്ക നെല്ലില് ഈ കഴിവ് കൂട്ടാൻ പറ്റിയെന്നത് അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് അവർ ഈ ഫോസ്ഫേറ്റ് ആഗിരണം കൂട്ടിയത്? ഈ OSWRKY6 എന്നൊരു ജീനിനെക്കുറിച്ചും പിന്നെ OSPHO12 എന്നൊരു ട്രാൻസ്പോർട്ടറിനെക്കുറിച്ചുമൊക്കെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ആ CRISPR-Cas9 എന്താണെന്നൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? പറയാം. ഈ CRISPR-Cas9 എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ജനിതക കത്രിക എന്ന് വേണമെങ്കിൽ വിളിക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ
അതായത് DNA-യിൽ വളരെ കൃത്യമായി നമുക്കാവശ്യമുള്ള സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്താനത് സഹായിക്കും. ഇതിൽ Cas9 എന്നൊരു എൻസൈമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ കത്രികയുടെ ജോലി ചെയ്യുന്നത്, DNA മുറിക്കുന്നത്. എവിടെ മുറിക്കണമെന്ന് കൃത്യമായി വഴികാട്ടുന്നത് ഗൈഡ് RNA അഥവാ gRNA ആണ്. അപ്പോൾ ഈ സംവിധാനം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ആ OSWRK-Y6 എന്ന ജീനിന്റെ പ്രവർത്തനം ഒന്ന് മോഡിഫൈ ചെയ്തു. അത് ഫോസ്ഫേറ്റ് വലിച്ചെടുക്കുന്ന ട്രാൻസ്പോർട്ടറുടെ പ്രവർത്തനം കൂട്ടി. അങ്ങനെയാണിത് സാധിച്ചത്. ഓക്കെ, അപ്പോ DNA ലെവലില് ഒരു കൃത്യമായ മാറ്റം. അതെ, ഇത് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഫോസ്ഫേറ്റ് വളങ്ങൾക്കായിട്ട് പ്രധാനമായും ഇറക്കുമതി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അതെ അതെ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലെ പ്രധാന ഇനമായ ഇൻഡിക്ക നെല്ലിനങ്ങളിലും വിജയകരമായാൽ നമുക്ക് ഈ ഇറക്കുമതിയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. അത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിനും അത് ഗുണം ചെയ്യും. ശരിയാണ്. ഇറക്കുമതിയുടെ കാര്യം മാത്രമല്ലല്ലോ, വളം കുറച്ചുപയോഗിക്കുന്നത് മണ്ണിനും നല്ലതല്ലേ? ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ തീർച്ചയായും അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അമിതമായിട്ടുള്ള രാസവള പ്രയോഗം നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം കുറയ്ക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ കുറഞ്ഞ വളത്തിൽ കൂടുതൽ വിളവ് കിട്ടുമ്പോൾ അത് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. പിന്നെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഉൽപ്പാദനക്ഷമത കൂട്ടേണ്ടത് അത്യാവശ്യമാണല്ലോ. അതിനും ഇത് സഹായിക്കും. നാലാമതായി, പരിസ്ഥിതിയുടെ കാര്യം. രാസവളത്തിന്റെ ഉപയോഗം കുറഞ്ഞാൽ ജലമലിനീകരണം കുറയും. പ്രത്യേകിച്ച് ഈ യൂട്രോഫിക്കേഷൻ പോലുള്ള പ്രശ്നങ്ങൾ. യൂട്രോഫിക്കേഷൻ, അതായത് ജലാശയങ്ങളിൽ ഈ പായലും മറ്റും അധികമായി വളരുന്നത് അല്ലേ? അതെ, പോഷകങ്ങൾ അധികമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ വളം കുറഞ്ഞാൽ അതും കുറയും. ഇതെല്ലാം ഒരു സുസ്ഥിര കൃഷിയുടെ ഭാഗമാണ്. സാധ്യതകൾ ഒരുപാടുണ്ട്. എന്നാലും ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോഴും ചില ആശങ്കകൾ ഉണ്ടാകുമല്ലോ. ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, വിളവ് കൂടാം, വളം കുറയ്ക്കാം, പരിസ്ഥിതിക്ക് മെച്ചം, ഇറക്കുമതി കുറയും. എന്നാൽ ചില വെല്ലുവിളികളും കാണണം. ഒന്ന്, ഈ ജീൻ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കാത്ത ജീനുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ട്. അതിനെ ഓഫ് ടാർഗറ്റ് എഫക്ട്സ് എന്ന് പറയും. ഓക്കെ. 2, ജനിതക മാറ്റം വരുത്തിയ വിളകളോട് പൊതുവെ സമൂഹത്തിലൊരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ചില ആശങ്കകളുണ്ട്. അത് ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. പിന്നെ പേറ്റന്റ് പോലുള്ള കാര്യങ്ങൾ. ഈ സാങ്കേതിക വിദ്യ സാധാരണ കർഷകരിലേക്ക് എത്താൻ ഇതൊക്കെ തടസ്സമാവുമോ? അറിയണം. ശരിയാണ്. ഫീൽഡ് ട്രയൽസ് ഒക്കെ വേണ്ടിവരും. അതെ, അതുകൊണ്ട് സാധ്യതകൾ വലുതാണെങ്കിലും നല്ല രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളും ഫീൽഡ് പരീക്ഷണങ്ങളും പിന്നെ സുതാര്യമായ നിയന്ത്രണ സംവിധാനങ്ങളുമൊക്കെ ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല്, ജീൻ എഡിറ്റിംഗ് നമ്മുടെ നെൽകൃഷിക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ സാധ്യതയുണ്ട്. വളത്തിന്റെ ഉപയോഗം കുറയ്ക്കാം, വിളവ് കൂട്ടാം, പരിസ്ഥിതിയെ ഒരു പരിധിവരെ സംരക്ഷിക്കാം, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാം. ശരിയാണ്. ഇവിടെ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നയരൂപകർത്താക്കൾ, ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ചെറുകിട കർഷകർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നായിരിക്കണം. അവർക്കത് എളുപ്പത്തിൽ ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയണം. അതെങ്ങനെ ഉറപ്പാക്കും? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ വ്യോമയാന മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതായത് PAC, ഈ രംഗത്തെപ്പറ്റി ചില കാര്യങ്ങൾ, ചില ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ PACയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഇത് വിമാന സുരക്ഷ, ടിക്കറ്റ് നിരക്ക്, ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കും, പിന്നെ ഏറ്റവും പ്രധാനമായി UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം എങ്ങനെ പ്രയോജനപ്പെടും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് നിരക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ കൂടുന്നതിനെക്കുറിച്ച്? ശരിയാണ്. ആ ആശങ്കകൾ വെറുതെയല്ല. കാരണം പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി PAC ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. അതെ, നമുക്ക് അപ്പോൾ അതിലേക്ക് കടക്കാം. എന്താണ് PAC പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്? KC വേണുഗോപാൽ അധ്യക്ഷനായുള്ള PAC DGCAയോടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷാ നിലവാരം പരിശോധിക്കണമെന്നാണ്. ഒരു ഫുൾ ഓഡിറ്റ് വേണം.
അതിനൊരു പെട്ടെന്നുള്ള കാരണം ഒരു എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായ പ്രശ്നമാണ് അല്ലേ? അതെ, സമീപകാലത്തുണ്ടായ ഒരു സാങ്കേതിക പ്രശ്നം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വെറും ഒരു വിമാനത്തിന്റെ കാര്യമല്ല, വിമാനങ്ങളുടെ എയർ വർത്തിനെസ്, അതായത് പറക്കാൻ യോഗ്യമാണോ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലെ കൃത്യത. പിന്നെ ഈ സുരക്ഷാ പരിശോധനകളൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് PSC നോക്കുന്നത്. അതായത് DGCAയുടെ മേൽനോട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണോ? അതെ അതെ, യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യമാണല്ലോ, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ശരിയാണ്. ഇനി സുരക്ഷ മാത്രമല്ലല്ലോ വിഷയം, ഈ ടിക്കറ്റ് നിരക്കിന്റെ കാര്യം. അതും വലിയൊരു പ്രശ്നം തന്നെ. PSC അതിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ തോന്നിയ പോലെ നിരക്ക് കൂട്ടുന്നൊരു പ്രവണത. യുക്തിയില്ലാത്ത വർധനവ്, ഡിമാൻഡ് കൂടുമ്പോൾ വില കയറ്റുന്നത്. അതെ, ഇത് നിയന്ത്രിക്കാനൊരു സംവിധാനം കൊണ്ടുവരുമെന്ന് DGCA ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടപ്പാവുന്ന കണ്ടറിയണം. അതോടൊപ്പം തന്നെ ഈ എയർപോർട്ട് ചാർജുകളുടെ കാര്യവും വരുന്നുണ്ടല്ലോ. ശരിയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് AAI, അവരുടെ എയർപോർട്ടുകളും പിന്നെ പ്രൈവറ്റ് എയർപോർട്ടുകളും, ഇവരൊക്കെ ഈടാക്കുന്ന യൂസർ ഫീ, താരിഫ്, ഇതിലൊക്കെ ഒരു പൊരുത്തക്കേടുണ്ട്. അതും PSC ചൂണ്ടിക്കാണിച്ചു. അതെ, ഈ നിരക്ക് നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് ഏര, അതായത് എയർപോർട്ട്സ് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി, അവർ കൊടുത്ത വിശദീകരണത്തിൽ കമ്മിറ്റിക്ക് തൃപ്തിയില്ല. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് യാത്രക്കാരെ തന്നെയാണ്. തീർച്ചയായും. അപ്പോ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സാധാരണ വാർത്തയായി കേൾക്കാറുണ്ട്. പക്ഷേ UPSC പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, വളരെ പ്രധാനം. ഇന്ത്യൻ പൊളിറ്റി, ഗവേണൻസ്, അതായത് GS പേപ്പർ 2, പിന്നെ ഇന്ത്യൻ ഇക്കോണമി GS പേപ്പർ 3, ഇതിലൊക്കെ ഈ വിഷയം വരും. ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ PSC, DGCA, ERA, ഇവയെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. തീർച്ചയായും. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, 1921 തുടങ്ങിയതാണ്. വളരെ പഴയ കമ്മിറ്റിയാണ്. 22 അംഗങ്ങൾ, 15 ലോക്സഭ, 7 രാജ്യസഭ. അതെ, ചെയർമാൻ സാധാരണ പ്രതിപക്ഷത്ത് നിന്നായിരിക്കും. സ്പീക്കറാണ് നിയമിക്കുന്നത്. ഇവരുടെ പ്രധാന ജോലി CAG റിപ്പോർട്ടുകൾ പരിശോധിച്ച് സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുക എന്നതാണ്. അപ്പോ ഒരു സാമ്പത്തിക വാച്ച് ഡോഗ് എന്ന് പറയാം അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇനി DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇത് എയർക്രാഫ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് 2020 പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമം വഴി സ്ഥാപിച്ചത്. ഇതാണല്ലോ വ്യോമയാന രംഗത്തെ പ്രധാന റെഗുലേറ്റർ. അതെ, സുരക്ഷാ മാനദണ്ഡങ്ങൾ, എയർവർത്തിനെസ്, ലൈസൻസിംഗ്, അപകടമുണ്ടായാൽ അതിന്റെ അന്വേഷണം, ഇതൊക്കെ ഇവരുടെ ചുമതലയാണ്. ഈ DGCAയുടെ പ്രവർത്തനത്തെയാണല്ലോ PSC ഇപ്പോൾ ഒരു തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. ശരിയാണ്. അവരുടെ കണ്ടെത്തലുകൾ ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്തത് ERA, AERA, എയർപോർട്ട്സ് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ERA ആക്ട് 2008. പ്രധാന എയർപോർട്ടുകളിലെ എയറോനോട്ടിക്കൽ സർവീസുകളുടെ താരീഫ് നിയന്ത്രിക്കലാണ് ഇവരുടെ പണി. അപ്പോ ഈ 3 സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രിലിംസിന് ചോദ്യങ്ങൾ വരാം. സാധ്യതയുണ്ട്. ഇനി മെയിൻസിന്റെ കാര്യം നോക്കിയാൽ ഈ വസ്തുതകൾ മാത്രം പോരാ, കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം. അതെ, ഈ റെഗുലേറ്ററി സ്ഥാപനങ്ങൾ DGCA, ERA, ഇവയുടെ പ്രവർത്തനം എങ്ങനെയാണ്? കാര്യക്ഷമമാണോ? എന്തൊക്കെയാണ് വെല്ലുവിളികൾ? ഇതിനെയൊക്കെ ഒരു വിമർശനാത്മകമായിട്ട് കാണണം. ശരിയാണ്. അതുപോലെ പാർലമെന്റിന് സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് നിയന്ത്രണമുണ്ട്? PSCയുടെ പങ്കെന്താണ്? അതെ, പിന്നെ ഇന്ത്യൻ വ്യോമയാന മേഖല മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ സുരക്ഷ, വില നിയന്ത്രണം, അടിസ്ഥാന സൗകര്യം, ഇതൊക്കെ വിശകലനം ചെയ്യേണ്ടി വരും. തീർച്ചയായും. ഇതൊക്കെ ഗവേണൻസ്, ഇക്കണോമിക് റെഗുലേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഈ വലിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ റെഗുലേറ്ററി സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണോ, സുതാര്യമാണോ എന്നതിനനുസരിച്ചിരിക്കും ആ മേഖലയുടെ വളർച്ച. അപ്പോ ചുരുക്കി പറഞ്ഞാല് PSCയുടെ ഈ ഇടപെടൽ കാണിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖലയില്, പ്രത്യേകിച്ച് സുരക്ഷയുടെ കാര്യത്തിലും സാമ്പത്തിക നിയന്ത്രണത്തിന്റെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയും മെച്ചപ്പെടുത്തലും ആവശ്യമുണ്ട് എന്നതാണ്. അതെ, DGCA, എയർ പോലുള്ള സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടണം, കൂടുതൽ കാര്യക്ഷമമാക്കണം. ഈ ഭരണ സംവിധാനങ്ങളും നിയമങ്ങളുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. ശരിയാണ്. വിമാനയാത്ര പോലുള്ള കാര്യങ്ങൾ, ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കും.
അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഒരു പൗരനെന്ന നിലയിലും പരീക്ഷാർത്ഥി എന്ന നിലയിലും പ്രധാനമാണ്. തീർച്ചയായും. ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം PSCയുടെ ഈ കണ്ടെത്തലുകൾക്കും നിർദ്ദേശങ്ങൾക്കും ശേഷം യഥാർത്ഥത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നതാണ്. അതൊരു വലിയ ചോദ്യമാണ്. ഈ സംവിധാനങ്ങളൊക്കെ കൂടുതൽ സുതാര്യമാകുമോ, കാര്യക്ഷമമാകുമോ, പൊതുജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. സിയറ ലിയോണിലെ ന്യാങ്കായ് എന്നൊരു ദ്വീപുണ്ടല്ലോ, അവിടെ കടൽനിരപ്പുയരുന്നത് കാരണം ഒരു വലിയ പ്രതിസന്ധിയാണ്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ, പ്രത്യേകിച്ച് UPSC സിവിൽ സർവീസ് പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും. ഇത് UPSC സിലബസുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ജോഗ്രഫിയിൽ ക്ലൈമറ്റ് ചേഞ്ച്, ഓഷ്യാനോഗ്രഫിയിൽ ഈ കടൽനിരപ്പുയരുന്നത്, പിന്നെ ഹ്യൂമൻ ജോഗ്രഫിയിൽ ആളുകളുടെ സ്ഥാനചലനം, ഇതൊക്കെ വരും. അതെ. അതുപോലെ എൻവിയോൺമെന്റിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതം, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായിട്ട് തന്നെ കണക്കാക്കാം, അല്ലേ? അതെ, കാലാവസ്ഥാ മാറ്റം. ശരിയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ന്യാങ്കായിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദ്വീപിന്റെ ഏതാണ്ട് 2/3 ഭാഗം കടലെടുത്തു. ഹോ, അത് ഭയങ്കരം തന്നെ. ശരിക്കും അവിടുത്തെ ആളുകൾക്ക് വീടൊക്കെ ഉപേക്ഷിച്ച് ദ്വീപിന്റെ കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്തേക്ക് മാറേണ്ടി വന്നു. അവരെ അവിടുത്തെ ഗവൺമെന്റ് തന്നെ രാജ്യത്തെ ആദ്യത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്പ്ലേസ്ഡ് പീപ്പിളായിട്ട്, അതായത് കാലാവസ്ഥാ മാറ്റം കാരണം കുടിയിറക്കപ്പെട്ടവരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷെ പ്രശ്നം അതല്ല. ഈ മാറിയ സ്ഥലത്ത് അവർക്ക് കുടിവെള്ളമില്ല, ശരിയായ ടോയ്ലറ്റ് സൗകര്യമില്ല, കറന്റില്ല, എന്തിന് ഒരു ചെറിയ ഹെൽത്ത് സെന്റർ പോലുമില്ല. അതായത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥ. അതെ, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ കടൽ നിരപ്പിങ്ങനെ ഉയരുന്നത്? പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം കടൽവെള്ളം ചൂടാകുമ്പോൾ അത് വികസിക്കും. നമ്മൾ അതിനെ തേർമൽ എക്സ്പാൻഷൻ എന്ന് പറയും. ശരി. 2, ഗ്രീൻലാൻഡിലെയും അന്റാർട്ടിക്കയിലെയും ഒക്കെ വലിയ മഞ്ഞുപാളികൾ, പിന്നെ ലോകത്തുള്ള ഗ്ലേഷ്യറുകൾ, അതൊക്കെ ഉരുകി ആ വെള്ളം കടലിലേക്ക് എത്തുന്നു. ഓക്കെ, മെൽറ്റിംഗ് ഓഫ് ഐസ് ഷീറ്റ്സ്. അതെ, മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ് ഷീറ്റ്സ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ ന്യാങ്കായ് പോലത്തെ താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളത്തിലാവുന്നത്. പക്ഷെ ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താച്ചാൽ, ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്നതിൽ ഈ ദ്വീപുകാർക്ക് കാര്യമായ പങ്കൊന്നുമില്ല. ഇല്ല, തീരെയില്ലായിരിക്കും. 0 എന്ന് തന്നെ പറയാം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഇവരാണ്. ഇവിടെയാണ് ഈ ക്ലൈമറ്റ് ജസ്റ്റിസ് അഥവാ കാലാവസ്ഥാ നീതി എന്ന ആശയം വരുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥാ നീതി അത് വളരെ പ്രസക്തമാണ്. സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ വീടും നാടും നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇവരെ അപ്പോൾ കാലാവസ്ഥാ അഭയാർത്ഥികളോ അല്ലെങ്കിൽ കുടിയിറക്കപ്പെട്ടവരോ വിളിക്കുന്നതിൽ തെറ്റില്ല, അല്ലേ? ഒരു തെറ്റുമില്ല. ക്ലൈമറ്റ് റെഫ്യൂജീസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. ന്യാങ്കായിലെ ജനങ്ങൾ ഇതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. ഇത് ന്യാങ്കായിയുടെ മാത്രം പ്രശ്നമല്ല. നമ്മളൊരു വലിയ ചിത്രം നോക്കിയാൽ ലോകത്ത് ഒരുപാട് ചെറിയ ദ്വീപുകൾ, താഴ്ന്ന തീരപ്രദേശങ്ങൾ എല്ലാം ഈ ഭീഷണിയിലാണ്. ശരിയാണ്. ഇന്ത്യയിൽ തന്നെ നോക്കൂ, സുന്ദർബൻസ് മേഖലയിലെ പശ്ചിമബംഗാളിൽ അവിടുത്തെ പല ദ്വീപുകളും മുങ്ങുകയാണ്. കേട്ടിട്ടുണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ഇവിടെയെല്ലാം തീരശോഷണം, കൃഷിസ്ഥലത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത്, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ന്യാങ്കായ് ശരിക്കും ഒരു സൂചനയാണ്. അതെ, കാലാവസ്ഥ അനീതിയുടെ ഒരു നേർസാക്ഷ്യം. അതായത് പ്രശ്നത്തിന് കാരണം ഏറ്റവും കുറച്ചു മാത്രമുണ്ടാക്കിയവർ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നു. അപ്പോൾ ഈ ചർച്ചയുടെ ഒരു കാതൽ എന്താണ്? ന്യാങ്കായുടെ ഈ കഥ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ആഗോളതലത്തിൽ നമ്മൾ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ്. തീർച്ചയായും. കടൽനിരപ്പ് ഉയരുന്നതിന്റെ ശാസ്ത്രീയ കാരണങ്ങൾ, അത് സാധാരണ മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു, പിന്നെ ഈ കാലാവസ്ഥാ നീതി എന്ന ആശയം, ഇതൊക്കെ നമ്മൾ കണ്ടു. നിങ്ങളെ UPSCക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ പല ഭാഗങ്ങളും കണക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അതെ. അപ്പോ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ ന്യാങ്കായ് പോലെയുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇരകളായ, എന്നാൽ അതിലൊരു പങ്കുമില്ലാത്ത സമൂഹങ്ങളെ സംരക്ഷിക്കാൻ ഒരു ആഗോള സമൂഹം എന്ന നിലയിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക?
അല്ലെങ്കിൽ എന്തുത്തരവാദിത്തമാണ് നമുക്കുള്ളത്? ശരിയാണ്. ഇതിനൊരു എളുപ്പമുള്ള ഉത്തരമില്ല. പക്ഷേ ഇത് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.